ഒരു കുരയ്ക്ക് കീഴിൽ, ഒരു വീടിന് കീഴിൽ താമസിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല കേട്ടോ. കരുണ കാണിക്കുന്നതുമ്പോഴാണ് അയൽക്കാരനാവുന്നത്. നമ്മളൊക്കെ ഒരു വീടിനുള്ളിൽ അല്ലെങ്കിൽ ഒരു സമർപ്പിത സമൂഹത്തിനുള്ളിൽ വസിക്കുന്നവരാണ്. കൂടെയുണ്ട്, പക്ഷേ കരുണയില്ല. അതാണ് ഇന്നത്തെ കാലഘട്ടം. ഞാൻ കൂടെയുണ്ട്, എല്ലാവരും കൂടെയുണ്ട്, ഭർത്താവും ഭാര്യയും മക്കളും ഒക്കെ കൂടെയുണ്ട്. പക്ഷേ കരുണ കാണിക്കുമ്പോഴാണ് യഥാർത്ഥ അയൽക്കാരനായിട്ട് മാറാൻ പറ്റുക. എനിക്ക് കരുണ കാണിക്കാൻ പറ്റുന്നുണ്ടോ? എൻ്റെ കുടുംബത്തില് എൻ്റെ ഭർത്താവ്, എൻ്റെ ഭാര്യ, മക്കള്, അതുപോലെ മാതാപിതാക്കള് അർത്ഥപ്രാണനായിട്ട് കിടക്കുകയാണ്. അർത്ഥപ്രാണനായിട്ട് കിടക്കുന്നുണ്ട്. പക്ഷേ നമ്മൾ ആരും കരുണ കാണിക്കാത്തത് കൊണ്ട് ഈ വ്യക്തികളൊക്കെ ഇങ്ങനെ കരഞ്ഞുകൊണ്ട് കിടക്കുകയാണ്. നമ്മൾ റോട്ടിലേക്കൊന്നല്ല നോക്കേണ്ടത്. റോട്ടിലൊക്കെ ഇതുപോലെ ഉണ്ടാകാൻ സഹായിക്കണമെന്നല്ല. എൻ്റെ കുടുംബത്തിലെ ഇതുപോലെ അർദ്ധപ്രാണനായിട്ട് കിടക്കുന്ന വ്യക്തികളെ ചേർത്ത് പിടിക്കുമ്പോഴാണ് എനിക്ക് നല്ല അയൽക്കാരനായിട്ട് മാറാൻ പറ്റുക. തെറ്റ് ചെയ്ത് അല്ലെങ്കിൽ എന്തെങ്കിലും അപകടങ്ങൾ സംഭവിച്ച് അല്ലെങ്കിൽ എന്തെങ്കിലും കൈപ്പിഴകൾ സംഭവിച്ച് മക്കൾ ഓടി വരുമ്പോൾ അമ്മ ചേർത്ത് പിടിച്ച് കാരുണ്യം കാണിക്കും. അല്ലെങ്കിൽ ഭർത്താവിന്റെ വേദനയിൽ ആശ്വസിപ്പിക്കുന്ന ഒരു ഭാര്യയാകുമ്പോൾ, ആ ഭാര്യയുടെ വേദനയിൽ കൂടെ നിന്ന് സഹായിക്കുന്ന ഒരു ഭർത്താവാകുമ്പോൾ, അല്ലാതെ ഒറ്റപ്പെടുത്തി ജീവിതത്തിൽ നിന്ന് അകറ്റി വെക്കുന്ന വ്യക്തിയാകുമ്പോൾ നീ ഒരിക്കലും ഒരു നല്ല അയൽക്കാരനായിട്ട് മാറുന്നില്ല എന്നുള്ളതാ. എത്രയോ പേരാണെന്നൊരു കുടുംബത്തിൽ അർത്ഥപ്രാണരായിട്ട് കിടക്കുന്ന, സമർപ്പിത സമൂഹത്തിൽ അല്ലെങ്കിൽ നമ്മുടെ കൂട്ടായ്മയിൽ അർത്ഥപ്രാണരാക്കി കിടക്കുന്ന എത്രയോ പേരാണ്. നമ്മൾ ആ വഴിയിലൂടെ ഇങ്ങനെ കടന്നു പോകുന്നു. ലേവായനും പുരോഹിതനും കടന്നു പോയതുപോലെ തന്നെ നമ്മൾ ഓരോരുത്തരും ഇങ്ങനെ കടന്നു പോവുകയാണ്. ലേവായനും പുരോഹിതനും എന്താ ചെയ്തേ? ഒരു ചോദ്യമായിരിക്കും അവരുടെ മനസ്സിലുണ്ടായിരുന്നത്, ഞാൻ ഇയാളെ സഹായിച്ചാൽ എനിക്ക് എന്ത് സംഭവിക്കും? എന്നാൽ നല്ല സമരിയക്കാരെ ചിന്തിച്ച ചോദ്യം ഇത്രയേ ഉള്ളൂ, ഞാൻ സഹായിച്ചില്ലെങ്കിൽ ഈ മനുഷ്യൻ എന്ത് സംഭവിക്കുമെന്നാണ് ആ മനുഷ്യൻ ചിന്തിച്ചത്. നമ്മുടെയൊക്കെ ചിന്ത തന്നെയാ, ഞാൻ സഹായിച്ചില്ലെങ്കിൽ എന്താ സംഭവിക്കുക? നമ്മളൊന്നും ചിന്തിക്കേണ്ടിയിരിക്കുന്നു. അതുകൊണ്ട് കൂടെ നിന്നതുകൊണ്ട് കാര്യമില്ല. കാരുണ്യം ഉണ്ടാകുമ്പോഴാണ്. അല്ലെങ്കിൽ എത്രയോ പേർ അർത്ഥപ്രാണനായിട്ട് കിടക്കണമെന്നറിയാമോ? നമ്മളൊക്കെ ചിന്തിങ്ങനെ എല്ലാവരും ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട്, പൗഡറൊക്കെ ഇട്ട് ഇങ്ങനെ നടക്കുന്നു. നീ ഇപ്പൊ ഇവിടെ നിന്ന് ചിന്തിച്ച് നോക്കിയേ, എൻ്റെ ഭർത്താവ് അർത്ഥപ്രാണനായിട്ട് കിടക്കുകയാണ്, എൻ്റെ ഭാര്യ അർത്ഥപ്രാണനായിട്ട് കിടക്കുകയാണ്, എൻ്റെ മാതാപിതാക്കൾ ഇങ്ങനെ അർത്ഥപ്രാണനായിട്ട് കിടക്കുകയാണ്, അല്ലെങ്കിൽ എൻ്റെ മക്കള് അവിടെ വേദന കേൾക്കാതെ അല്ലെങ്കിൽ അവരുടെ നൊമ്പരം കേൾക്കാതെ അർത്ഥപ്രാണനായിട്ട് കിടക്കുകയാണ്. ഞാനിങ്ങനെ മദ്യപിച്ച് ജീവിക്കുമ്പോൾ എൻ്റെ കുടുംബം അർത്ഥപ്രാണനമായി പോവുകയാണ്. അല്ലെങ്കിൽ യുവജനങ്ങൾ ചിന്തിക്കണം, ഞാൻ തെറ്റായ വഴിയിലൂടെ കടന്നു പോകുമ്പോൾ അല്ലെങ്കിൽ തെറ്റായ പ്രണയബന്ധങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ എൻ്റെ മാതാപിതാക്കൾ ഒരു അർത്ഥപ്രാണനായിട്ട് കിടക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ചിന്തിക്കുമ്പോഴാണ് നമുക്ക് യഥാർത്ഥ അയൽക്കാരെ തിരിച്ചറിയാൻ പറ്റുക. ഇന്ന് മറ്റൊരു ചിന്തകളിൽ കുറേയേറെ ചിന്തിക്കാൻ്റെ ഉള്ളിൽ നല്ല സമരിയക്കാരൻ്റെ ഉള്ളിൽ ദൈവം എന്തോരം അർത്ഥങ്ങളാണെന്ന് ചേർത്ത് വെക്കുന്നത്. ഇത് മാത്രം ചിന്തിച്ചാൽ മതി. കുരക്കീഴിൽ അല്ലെങ്കിൽ ഒരു വീടിന് കീഴിൽ താമസിച്ചുകൊണ്ട് കാര്യമില്ല. കാരുണ്യം കാണിക്കുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥ അയൽക്കാരനായിട്ട് മാറുന്നത്. പ്രാർത്ഥിക്കാൻ ധ്യാനിക്കാം.